ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സിക്കിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അതിന് പകരം എന്തുപയോഗിക്കാമെന്നും കുറച്ച് ടിപ്സും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു 1/2 kg വെനില സ്പോഞ്ചിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളെ കയ്യിൽ സ്പോഞ്ച് ഇല്ല, ഇതുപോലെ കേക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കാം. സെയിൽ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് ബ്രെഡ് ക്രംസ് ഒന്നും ഉപയോഗിക്കല്ലേ. നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ മിക്സിയിലിടുമ്പോൾ നല്ല പൊടിയായി പോവും. പിന്നെ ഞാനിതിൽ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഓപ്ഷണലാണ്. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ഉരുട്ടിയെടുക്കണം. എന്ന് വെച്ചാൽ നല്ല ഒട്ടുന്ന കണക്കാക്കി എടുക്കണം. നമ്മളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ പാലൊഴിച്ചാലും മതി, പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി ഞാനൊരു കേക്ക്സിക്കിൾ സിലിക്കോൺ മോൾഡ് എടുക്കുകയാണ്. അതിലായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ ബ്ലൂ കളർ ഓയിൽ കളർ ചേർത്ത് മിക്സ് ചെയ്തതാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ നേരത്തെയും കാണിച്ചു തന്നിട്ടുണ്ട്. ഡബിൾ ബോയിലർ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ, അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ലെയർ നല്ല സെറ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ. ഇതുപോലെ ഞാനൊരു 2 ലെയറാണ് കേക്ക്സിക്കിളിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ എല്ലായിടവും ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സ്പൂണിൻ്റെ ബേക്ക് വെച്ച് ഇതുപോലെ 4 സൈഡും, എന്ന് വെച്ചാൽ എല്ലാ കേക്ക്സിക്കിളും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. ഇനി കേക്ക്സിക്കിളിൻ്റെ സ്റ്റിക്ക് ആ ഒരു ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2ാമത്തെ ലെയറും ചെയ്യണം. സ്റ്റിക്ക് നല്ല ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ ലെയർ സ്റ്റിക്ക് വെച്ചതിന് ശേഷം ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. മോൾഡ് ഇല്ലാത്തവർ ഇതുപോലെ ഒരു ഷേപ്പിൽ കേക്ക് മിക്സ് ആക്കി എടുത്തിട്ട് മുന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന കേക്കിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ മിക്സില്ലേ, അത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണം. ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു മിക്സ് എല്ലായിടവും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ആരവിൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 4 എണ്ണേ ചെയ്തോളൂ. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ റെഡ് കോമ്പിനേഷനിൽ ചെയ്യുന്നത്. അതൊന്ന് 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഫില്ല് ചെയ്ത് കൊടുക്കണം. 4 സൈഡ് നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാം. കേക്ക്സിക്കിൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. റെഡ് കളർ ചോക്ലേറ്റ് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അതിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറിലെ തന്നെ സ്പ്രിങ്കിൾസും അതിൽ കുറച്ച് ബീഡ്സും ഒക്കെ ഇട്ട് ഒന്ന് ഡിസൈൻ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോ ആരവിൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പുഡിംഗ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കേക്ക്സിക്കിളും ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.